Last classes we were discussing about integration of real valued functions. The real valued function measurable non-negative. In the class we will extend that notion to another level. Non-negative എന്നുള്ള കൺസെപ്റ്റിനെ മാറ്റിയിട്ട് എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയും ഈ ജനറൽ ഇന്റഗ്രൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പോവാണ്. Now we are discussing the definition of the integral to ഏതാണ് any real valued measurable function. അതെന്താവണം എന്നില്ല, നോൺ നെഗറ്റീവ് ആവണം എന്നില്ല. സോ അപ്പൊ നമുക്കിപ്പോ അറിയാനുള്ള നോഷൻ ഏതാണ്, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രബിലിറ്റിയെ കുറിച്ച് നമ്മൾ കുറെ തിയറം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ ബേസ് ചെയ്താണ് എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയും എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് let us move on to a definition. Let f of x is any real valued function. f of x എന്താണ്, any real valued function ആണെങ്കിൽ f plus, we are defining f plus of x as maximum of f of x 0. Okay, f of x in 0 maximum value. Appo navade rendu cases varam. f of x negative real valued function avam, f of x positive real valued function avam. Okay, f of x ഒരു നെഗറ്റീവ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് വൺ, f പ്ലസ് എന്തായി മാറും, ഒരു നെഗറ്റീവിന്റെയും സീറോയിന്റെയും മാക്സിമം എന്തായിരിക്കും, സീറോ ആയിരിക്കും. റൈറ്റ്. ഇനി അടുത്ത സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുമ്പോൾ, എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുമ്പോൾ മാക്സിമം ഓഫ് പോസിറ്റീവ് ആൻഡ് സീറോ ഈസ് ഓൾവേസ് വാട്ട് ഈസ് ഇറ്റ്, എഫ് ഓഫ് എക്സ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എഫ് പ്ലസ് ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും, positive real valued function. Now we are going to define f minus of x. f minus of x is maximum of minus f of x and 0. Right? Again two cases arises. f of x negative ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, negative of a negative number is always positive. അപ്പോൾ maximum of 0 and a positive number എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. Right? Again f of x പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, മൈനസ് ഒരു നെഗറ്റീവ് ഓഫ് f of x will become negative and 0. അവിടെ മാക്സിമം ഏതായിരിക്കും, 0 ആയിരിക്കും. റൈറ്റ്. അപ്പൊ രണ്ട് കേസസിലും നമ്മൾ നോക്കിക്കൊള്ളുക, നമ്മുടെ f പ്ലസ് എടുത്താലും f മൈനസ് എടുത്താലും നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. f പ്ലസ് ഈസ് ഓൾസോ നെഗറ്റീവ് ആൻഡ് f മൈനസ് ഈസ് ഓൾസോ നോൺ നെഗറ്റീവ്. ഓക്കെ, now next move on to another theorem based on this one theorem. Here the first case is we can write any real valued function as f plus minus f minus. That is difference of its real part and f plus ne parayuna peru ennu parayna positive part ennu, f minus ennu parayuna idine negative part ennu. Okay, appam orthu vecheka f ne namukku engane ezhudan pattum, f plus minus f minus ആയിട്ട് എഴുതാം. പോസിറ്റീവ് ഫംഗ്ഷൻ ഏതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയാലും നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നുണ്ട്, പോസിറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എഗെയിൻ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f plus is greater than or equal to 0 and f minus is greater than or equal to 0. Already we have seen this one. ഞാൻ ആദ്യമേ പറഞ്ഞു f പ്ലസും f മൈനസും എപ്പോഴും എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് f is measurable if and only if f plus and f minus are both measurable. Okay, already gone through second one. Second one true ആണ് നമ്മൾ പഠിച്ചു, രണ്ടും എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് f is equal to f plus minus f minus നമുക്ക് പ്രൂവ് ചെയ്യണം. അവിടെ മൂന്ന് കേസ് നമുക്ക് നോക്കാം. കേസ് 1, if f of x is equal to 0, f of x is equal to 0 ആണെങ്കിൽ f plus എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, by the definition of maximum of എന്തായിരിക്കും, f of x and f of x ഇവിടെ ഏതാണ് 0, which is equal to 0. And what is f minus? f minus is also maximum of minus 0 comma 0, which is also is equal to 0. Then we can write f is equal to what is it, f running the difference എടുത്താലും 0 അല്ലേ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് എന്താണ്, f is equal to f plus minus f minus. Right? Obvious case ആണ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് case 2, if f of x is greater than 0. f of x is greater than 0 ആണെങ്കിൽ what about f plus എന്ന് പറയുന്നത്,
f plus is equal to maximum of f of x comma 0. F of x a positive one, real valued function angle. So simply this is what is it, f of x. Right? What about f minus? F minus is what is it? Maximum of minus f of x comma 0 I want. F of x a positive greater than 0 and a negative ആയിരിക്കും. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിന്റെയും സീറോന്റെയും മാക്സിമം എന്തായിരിക്കും? What is that? That is simply 0. Right? So, what is f plus minus f minus? Subtract them. What will you get? F of x. Right? Again, you have got what is it? F is equal to f plus minus f of f minus. ഇനി ഒരു കേസും കൂടെ ഉള്ളൂ. F of x എന്താവുമ്പോൾ less than 0. Right? F of x നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിയൽ വാല്യൂഡ് ആവുമ്പോൾ f plus എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? മാക്സിമം ഓഫ് f of x and 0. Again, f of x നെഗറ്റീവ് ആയത് കാരണം സീറോന്റെ നെഗറ്റീവ് നമ്പറുടെ മാക്സിമം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി f മൈനസ് എന്തായിരിക്കും? മാക്സിമം ഓഫ് മൈനസ് f of x, 0. Right? Maximum of minus f of x. Minus f of x എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ ആരാണ് മാക്സിമം? മൈനസ് f of x. Right? Then what is f plus minus f minus? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 minus minus f of x which is equal to f of x. അപ്പോൾ എന്താ കിട്ടിയത്? Here also we have got മൂന്ന് കേസിൽ നമുക്ക് എന്ത് കിട്ടി? We have got f is equal to f plus minus f minus. അപ്പോൾ നമുക്ക് ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. ഏതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയും അതിന്റെ നെഗറ്റീവ് പാർട്ടിന്റെയും പോസിറ്റീവ് പാർട്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട്, ഇനി ഒരു സെക്ഷൻ കൂടി അവിടെ ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് മോഡ് എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ്. ദിസ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. മോഡുലസ് ഓഫ് എഫിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റിയൽ പാർട്ടിന്റെയും നെഗറ്റീവ് പാർട്ടിന്റെയും എന്തായിട്ട് എഴുതാൻ പറ്റും? പോസിറ്റീവ് പാർട്ടിന്റെയും നെഗറ്റീവ് പാർട്ടിന്റെയും, റിയൽ പാർട്ട് എന്ന് വന്നു പോകുന്നതാണ്, പോസിറ്റീവ് പാർട്ടിന്റെയും നെഗറ്റീവ് പാർട്ടിന്റെയും നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? അഡീഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് മോഡ് എഫ്, മോഡ് എഫിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? എഫ് ഇഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0 മൈനസ് എഫ് ഇഫ് എഫ് ഈസ് ലെസ് ദാൻ 0. നെഗറ്റീവ് ആണെങ്കിൽ എഫ് ആയിരിക്കും, അല്ല മൈനസ് എഫ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ എഫ് ആയിരിക്കും. റൈറ്റ്? സോ സെയിം പോലെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻസ് നമുക്ക് നോക്കാം. മൂന്ന് കേസസ് നോക്കാം. കേസ് 1 എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് 0 ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എഫ് ഓഫ് എക്സ് 0 ആവുമ്പോൾ എഫ് പ്ലസും 0 ആയിരിക്കും, എഫ് മൈനസും 0 ആയിരിക്കും, മോഡ് എഫും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ മോഡ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ്. ഓക്കെ, നമുക്ക് രണ്ട് കേസ് നോക്കിയാൽ മതി. അപ്പൊ വാട്ട് അബൌട്ട് ഇറ്റ്? എഫ് ഓഫ് എക്സ് ഈസ് greater than 0. That means a positive real value function. Right? F is greater than 0 ആണെങ്കിൽ നമുക്കറിയാം എഫ് പ്ലസിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ഓൾറെഡി വാല്യൂഡ് ചെയ്തിട്ടുണ്ട്. എഫ് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സും എഫ് മൈനസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്നാണ് നമ്മൾ നേരെ ഓൾറെഡി നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, അല്ല സോറി ഗ്രേറ്റർ ദാൻ 0, എഫ് പ്ലസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? എഫ് എന്നും കിട്ടി, എഫ് മൈനസ് എന്ത് കിട്ടി? 0 എന്നും കിട്ടി. റൈറ്റ്? ഇഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0 മോഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ആയിരിക്കും, ആണല്ലോ. Then adding these two we will get f plus plus f minus which is equal to f. By the definition of modulus, this is what is it? Mod f. Right? f of x is less than 0. f of x less than 0 ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് എഫ് പ്ലസ് എന്ന് പറഞ്ഞാൽ 0 എന്നും എഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എഫ് ഓഫ് എക്സ്. റൈറ്റ്? അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് വിൽ ബി ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. സി, എഫ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എഫ് എന്തിന് ഈക്വൽ ആണ്? മോഡ് എഫിന് ഈക്വൽ ആണ്. Now we have got in both case mod f is equal to f plus plus f minus. This is also another important result. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് റിസൾട്ട്, മെയിൻ റിസൾട്ട് പഠിച്ചു. ഇനി അടുത്തത് f measurable if and only if f plus and f minus are
both measurable. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ എഫ് പ്ലസും എഫ് മൈനസും ഡിഫൈൻ ചെയ്യുകയും അതെന്താവുകയും ചെയ്തു, മെഷറബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഓൾറെഡി we know that f plus and f minus are measurable, right? Again, if f and f plus are measurable, we can write f is plus minus f minus, right? ഇതും മെഷറബിൾ ആണ്, ഇതും മെഷറബിൾ ആണെങ്കിൽ രണ്ട് മെഷറബിൾ ഫംഗ്ഷന്റെ ഡിഫറൻസും എന്താണ്, മെഷറബിൾ ആണ്. നമ്മൾ ഓൾറെഡി we have proved. So f is also measurable. പോസിറ്റീവ് പാർട്ട് നെഗറ്റീവ് പാർട്ട് എന്താണെന്ന് നോക്കി. പിന്നെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്, any real valued function can be written as f plus minus f minus and mod f is equal to f plus plus f minus. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത്. കാര്യം വെച്ചാൽ ഈ എഫ് പ്ലസും എഫ് മൈനസും എന്തായി, പോസിറ്റീവ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ ആയി. അപ്പൊ എഫ് പ്ലസിനെയും എഫ് മൈനസിനെയും കുറിച്ച് നമ്മൾ ഓൾറെഡി എന്താണ് ഇന്റഗ്രേഷൻ നമുക്ക് കിട്ടി. ഈ എഫ് പ്ലസും എഫ് മൈനസും എന്തായിരിക്കും, ഇന്റഗ്രബിൾ ആയിരിക്കും. വൈ? ബിക്കോസ് എന്താണ്, പോസിറ്റീവ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അതിന്റെ ഇന്റഗ്രബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഡെഫിനിഷൻ, ഇന്റഗ്രബിൾ എന്നല്ല, ബട്ട് നമ്മൾ ഇതുവരെ പോസിറ്റീവ് റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രബിലിറ്റിയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ എഫ് പ്ലസിന്റെയും എഫ് മൈനസിന്റെയും ഇന്റഗ്രബിലിറ്റിയെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി വി ഹാവ് പ്രൂവ്ഡ് സോ മെനി റിസൾട്ട്സ്, റൈറ്റ്? Now we are moving to another definition. If f is measurable function and integral f plus dx is less than infinity and integral f minus dx is less than infinity, we say that f is integrable and its integral is given by integral f dx is equal to integral f plus dx minus f minus dx. Very important. Okay, നോക്കിക്കോള, integral of the positive part finite ആവുകയും integral of the negative part finite ആവുകയും ചെയ്യുമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എഫ് മെഷറബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കും, ഇന്റഗ്രബിൾ ആയിരിക്കും. ആൻഡ് the integration of integral f dx, any real valued function can be written as integral f plus dx minus integral f minus dx. Okay, very important result. അടുത്ത result ആണ്, a measurable function f is integrable if and only if mod f is integrable. Okay, we have ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത്, what we have studied here. If f is measurable, രണ്ട് എന്താണ്, integral f plus dx എന്തായിരിക്കണം, less than infinity, that means finite, and integral f minus dx is also finite, then we can define integral f dx. f is integrable ആയിരിക്കും. It is defined as f plus dx minus integral f minus dx, right? Mod f and f in the integrability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f is integrable if and only if mod f is integrable. mod f integrable ആണെങ്കിൽ f integrable ആയിരിക്കും, f integrable ആണെങ്കിൽ ആര് ഇന്റഗ്രൽ ആയിരിക്കും, mod f integrable ആയിരിക്കും. ആൻഡ് mod f dx ന്റെ ഇന്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്റഗ്രൽ f plus dx plus integral f minus dx. Okay, അപ്പോൾ നമ്മൾ ഇവിടെ again we have defined integration of any real valued function and its modulus. Then നമ്മൾ നേരത്തെ പഠിച്ച definition തന്നെയാണ്, same as if E is measurable set. E എന്താണ്, measurable set ആണ്. F is a measurable function ആണ്. Then we have either E measurable and F is measurable. Then chi EF is integrable. ആര് integrable ആയിരിക്കും, chi EF എന്തായിരിക്കും, integrable ആയിരിക്കും. And we say that f is integral over E and integral over EF dx is equal to, what is it, integral over f chi E dx. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് for negative real valued function. സെയിം കണ്ടീഷൻ തന്നെയാണ് ഏത് ഇന്റഗ്രബിൾ ഫംഗ്ഷൻ. ഓക്കെ, അതിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് f belongs to L of E. ഓക്കെ, ലെബേഗ് ഇന്റഗ്രബിൾ എന്നുള്ളതാണ് നമ്മുടെ നൊട്ടേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഡെഫിനേഷൻ ആണ്, if f is measurable function
such that at least of integral പോസിറ്റീവ് ഫംഗ്ഷന്റെ പോസിറ്റീവ് പാർട്ടിന്റെ ഇന്റഗ്രലോ അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടിന്റെ ഇന്റഗ്രലോ ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ എഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് പ്ലസ് ഡി എക്സ് മൈനസ് എഫ് മൈനസ് ഡി എക്സ്. വെരി നോക്കിക്കേ, ഇത് രണ്ടും ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, എഫ് ഈസ് ഇന്റഗ്രബിൾ എന്ന് പറയാം എന്ന് പറഞ്ഞു. റൈറ്റ്? ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്താവാം, ഇൻഫിനിറ്റി ആവാം ആണല്ലോ. അത് ഈ ഒരു ഡെഫിനിഷനിൽ നിന്നാണ് വരുന്നത്. എഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ സച്ച് ദാറ്റ് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫൈനൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇന്റഗ്രലിനെ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ എഫ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ എഫ് പ്ലസ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ എഫ് മൈനസ് ഡി എക്സ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താവണം എന്നില്ല, ഫൈനൈറ്റ് ആവണം എന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇന്റഗ്രൽ എഫ് ഡി എക്സ് എന്താവാം, ക്യാൻ ടേക്ക് ഇൻഫിനിറ്റ് വാല്യൂസ്. ഓക്കെ, ഇന്റഗ്രൽ ആർ allowed to take infinite values. Okay, our definition 2 ന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. But f is said to be integrable only if the definition 5 is satisfied. എന്താണ്, നമ്മുടെ മോഡ് എഫിന് എന്തുണ്ടായിരുന്നാലേ പറ്റത്തുള്ളൂ, ഫൈനൈറ്റ് ഇന്റഗ്രൽ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടതാണ്. എഫ് വേണമെങ്കിൽ എന്താവാം, ഇന്റഗ്രൽ ഓഫ് എഫ് ക്യാൻ ബി ഫൈനൈറ്റ്. അത് എവിടെ നിന്നാ വരുന്നത്, ഈ ഡെഫിനിഷൻ എന്നാ വരുന്നത്. Okay, but integrability, f is integral if and only if what is integrable, mod f is integrable and mod f എന്തുണ്ടായാലേ പറ്റത്തുള്ളൂ, has a finite integral. Okay, always remember this thing. I hope you understand. Thank you for listening.